പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ അവൽ കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ എടുത്തു വന്നപ്പോ കണ്ടില്ലേ, അവലൊക്കെ ഇട്ട് കുഴച്ച് വീഡിയോയിൽ ഇതൊക്കെ വന്ന്, പക്ഷെ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നുപോയി. ഇപ്പോഴാണ് ഓൺ ചെയ്തത്, അതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ശകലം വെള്ളമൊക്കെ നനച്ച് ഒന്നുകൂടി ഒന്ന് കൂത്ത് എന്നാലും അതൊരു വലിയ അവസ്ഥയായി പോയി. അവൽ പാൽക്കഞ്ഞി എങ്കിൽ ഇത് അവൽ കുഴക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കണോണ്ട് പിന്നെ കിടുക്കാച്ചിയാണ്. ഇത് ചപ്പാത്തി ആയിട്ട് എടുക്കാം. അവൽ ചപ്പാത്തി. വെള്ളമൊന്നും ആവൂല, നിങ്ങൾ പറയും പോലെ ഒന്നും അല്ല. നിങ്ങൾക്ക് ഇതൊക്കെ എന്തും പറയാം. ഇതാ കണ്ടില്ലേ, ഈ നല്ല പരിപാടി ഉണ്ടേ, ഇങ്ങനെ കുഴച്ചെടുക്കാൻ നല്ല പരിപാടി. ചേർക്കര തന്നെ വെള്ളമാവില്ല, വെള്ളം അടിക്കാതിരുന്നാൽ മതി. ഇനി നിങ്ങൾക്ക് വല്ല അറിയാമോ പാചകത്തിനെ കുറിച്ച്? നിങ്ങൾക്ക് ചോറും മീനും വയ്ക്കാൻ അറിയാം, അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡിഷുകളൊന്നും കണ്ടുപിടിച്ചോണ്ട് വരാൻ പറ്റൂല. അമ്മ ഉണ്ടാക്കിയൊക്കെ തീരുമ്പോ നല്ല ചന്തവും നല്ല ടേസ്റ്റും നല്ല രുചിയായിരിക്കും. അപ്പൊ ഇത് നമുക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒപ്പിച്ചോണ്ട് വരണം. അപ്പുറത്തെ വീട്ടിലൊക്കെ ചോദിച്ചാണ് വരുന്ന വാങ്ങിക്കേണ്ടത്. അതുകൊണ്ട് ഇനി അതിനു വേണ്ടി ഇറങ്ങുകയാണ്. അപ്പൊ പറയാൻ നമ്മള് ഇത് തേങ്ങ വേണം, ഇതിന് ശർക്കര വേണം, ഇതൊക്കെ അപ്പുറത്തെ വീടുകളിൽ ചെന്ന് ഓരോ വീട്ടിൽ ചോദിക്കും. അവർ തന്ന നമ്മളിത് കുക്ക് ചെയ്യും, എന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ അടുത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുഴക്കട്ടയ്ക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. അത് നിങ്ങളെ മധുരത്തിന് കണക്കാക്കി ഇടണം. ശർക്കര ഇട്ടു. ഇനി കുറച്ച് തേങ്ങ ഇടണം. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് കുഴയ്ക്കണം. ഒരു കുഴപ്പ് കുഴച്ചെടുക്കണം. നല്ല കുഴക്കട്ടയായിരിക്കും. ഏലക്കാപ്പൊടിയും ഇട്, ഏലക്കാപ്പൊടി ഇട്. നല്ല രീതിയിൽ കുഴച്ച് സെറ്റ് ചെയ്തെടുക്കണം. ശകല ഏലക്കാപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു, എങ്കിലും ഒരു മണമൊക്കെ ഉണ്ടാവും. എങ്കിലും അതിനൊരു ടേസ്റ്റും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. മുഖം വേണം. തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് തേങ്ങ കുറച്ചേ ഇടാവൂ. സ്വർണത്തിനേക്കാൾ വിലയാണ് തേങ്ങയ്ക്ക്. ഇനി നമ്മൾ ശകലം നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചോളൂ, എങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ഒഴിച്ച് അങ്ങോട്ട് അടിക്കുമ്പോ. എന്നിട്ട് ഒരു കുഴപ്പൂടി അങ്ങ് കുഴയ്ക്കണം. നല്ല അടി ചേർത്ത് തന്നെ കുഴയ്ക്കണത്, അല്ലാതെ മീതല്ല കുഴയ്ക്കണത്. എന്തെങ്കിലും വന്ന് നിന്ന് ന്യായം വിടാ അമ്മയും മക്കളും കൂടി വരും. ഞാൻ കഴിഞ്ഞൂടെ, നല്ല കുക്കിംഗ് ഓഫീസറാണ്. കഴിക്കാൻ പറ്റുമെന്നേ? അയ്യേ, കഴിക്കാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇനി ഇതിനെ ഒരു ഉണ്ട ഉരുട്ടണം. ഇഡലി ഇഡലി പാത്രത്തില് ചെറുതായിട്ട് ഉണ്ട ഉരുട്ടി നമ്മൾ ആവിയിൽ ഇതിനെ വേവിച്ചെടുക്കണം. അപ്പൊ അതാണ് ഇനിയുള്ള രംഗ. അത് ഇനിയിപ്പം ചെയ്യണം. അതുകൂടി ചെയ്ത് ഇതിന്റെ പരിപാടി കഴിഞ്ഞെന്നേ. അപ്പൊ നമുക്ക് ഇനി ഉണ്ട ഉരുട്ടി. അപ്പൊ നമ്മളെ ഉണ്ടൊക്കെ ഉരുട്ടി പാത്രത്തിൽ നെയ്യൊക്കെ പുരട്ടി കഴിഞ്ഞു. ഇനി ഇതിനെ ഓരോന്നായിട്ട് അതിൽ പറക്കി വെക്കണം. ഉണ്ട് അടുക്കി അടുക്കി വെക്കണം, എങ്കില് തികയൂ. അല്ല കുറച്ച് വാരി ഇട്ടിട്ട് കാര്യമില്ല, അടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തല്ലേ ഇത്? നീ പറ, ഞാൻ തിന്നല്ല ഉണ്ട ഉരുട്ടാണെന്ന്. ഞാൻ നിരത്തി ഓരോന്നായിട്ട് ഞാൻ അടുക്കി വെച്ച നല്ല ചന്തത്തിലിരിക്കും. നമ്മളിതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചന്തം. ഇത്ര നേരമായിട്ട് ഒരെണ്ണമാണ് ഉരുട്ടിയത്. അപ്പൊ ഇന്ന് നേരം വെളുക്കും.
ഇത് ആട്ടാമ്പളൊക്കെ വലിയ ഉണ്ട വരട്ടി എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂലേ? ചെറിയ ഉണ്ട വരട്ടിയാലോ ഓരോ ഓരോ ഉണ്ട ഓരോരുത്തർക്ക് കൊടുക്കണ്ടേ? ഇത് ഞാൻ വീഡിയോ എടുക്കണത് എല്ലാവർക്കും കൊടുക്കാനല്ല. നിങ്ങളെല്ലാം തിന്ന് തീക്കൂല തീർക്കൂ. ഞാൻ തിന്നില്ല എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോഴത്തേക്ക് കൊച്ചിച്ച ഉണ്ടാക്കിയല്ലേ എന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ വരും. പിന്നെ ഇവര് പിന്നെ രാവിലെ പോലെ വൈകുന്നേരം വരെ ബാത്റൂമിലുമായി ഊപ്പാടും വന്ന് ഇവരറിയണ ഇതൊക്കെ. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ. അങ്ങനെ പറയല്ല, മോശപ്പെട്ട വർത്താനങ്ങളൊന്നും ആരും ഒന്നും പറഞ്ഞു കളയല്ല. എന്റെ കാലം കിടക്കാച്ചി ആയിരിക്കും ഒന്ന്. കിടക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും. ഈ വീഡിയോകളൊക്കെ നാളെയൊക്കെ വന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ പിന്നെ ആകെ വിഷയം തന്നെ. അതുകൊണ്ട് കറണ്ട് പോകും മുമ്പേ വെള്ളമൊക്കെ അടിച്ചു വെച്ചിരുന്ന ഇതൊക്കെ ഭാഗ്യങ്ങളായിരിക്കും. ഇതൊക്കെ എന്റെ ഒരു പരീക്ഷണമാണ്. അപ്പൊ ഉണ്ടാക്കണേല് ഇത് കുഴക്കട്ടെ. അപ്പൊ നോക്കിനി ആവി കയറ്റണം. അപ്പൊ അതിനുള്ള പരിപാടിയിലേക്ക് പോവാം. അതുവരെ അപ്പൊ നമ്മളിന് ആവി കയറ്റാൻ വേണ്ടി അടുപ്പിലേക്ക് വയ്ക്കുകയാണ്. കണ്ടില്ലേ, തീയത്തി അങ്ങോട്ട് തട്ടി അടുപ്പിലേക്ക് വയ്ക്കുകയാണ്. അപ്പൊ ഇത് നല്ല രീതിയിൽ ഒന്ന് ആവി കയറണം. ആവി കയറുമായിരിക്കും. അപ്പൊ ഇനി അത് കഴിഞ്ഞ് കാണാം. അപ്പൊ നമ്മൾ അവൽ കുഴക്കട്ടയൊക്കെ റെഡിയായി. കണ്ടില്ലേ, ആവിയൊക്കെ വന്ന് നല്ല പരുവത്തിലിരിക്കുകയാണ്. വെളിയിലാണെങ്കിൽ ഭയങ്കര മഴയും, നല്ല സൂപ്പർ മഴ പെയ്യും. അപ്പൊ അത് ആവിയൊക്കെ വന്ന് നമ്മൾ കുഴക്കട്ട എടുക്കുകയാണ്. എടുത്തിരിക്കുന്നു കുഴക്കട്ട. നല്ല കിടുക്കാച്ചി കുഴക്കട്ടയാണ്, ഒരിടത്തും ഇല്ലെങ്കിൽ. അതാണ് അവിടെ അടിച്ചു. അപ്പൊ നമ്മളെ കുഴക്കട്ടയൊക്കെ റെഡിയായി. കണ്ടില്ലേ, നല്ല കിടുക്കാച്ചി കുഴക്കട്ടയാണ്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. ഒരെണ്ണം ഉണ്ടോ? എന്നാ ടേസ്റ്റ് ആണെന്നറിയാം. നല്ല പഞ്ഞി പോലെ ഇരിക്കണം. നല്ല സൂപ്പർ സാധനം. ഇത് ഉണ്ടാക്കാൻ താമസിച്ചതാണ് പ്രശ്നം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ്. ഞാൻ കിടക്കാച്ചി സാധനം കഴിച്ചു നോക്കി, ഉണ്ടാക്കി കഴിച്ചിട്ട് ആക്കി അഭിപ്രായം പറയും. നല്ല പൂ പോലെ ഇരിക്കണം. സാധനം. ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഇത്രയും ഒരു കട്ടൻ തേയിലയും കൂടി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കുടിച്ച് തീർക്കാം. അല്ല, കുടിച്ച് തീർക്കാം. അടിപൊളിയായിട്ടിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പൊ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.